ചേട്ടാ, ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്നു. തൊട്ടു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. ആ നിർണായക ഘട്ടത്തിൽ KPCCയുടെ ക്യാമ്പ് അല്ലെങ്കിൽ കോൺഗ്രസ് ക്യാമ്പ് വലിയ പ്രതീക്ഷയിലാണ്, ആവേശത്തിലാണ്. അതിന് കാരണമായ രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന സംഗതിക്ക് കൂടെ ഇപ്പോൾ CPM CPI അടി PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പൊരിഞ്ഞടിയും നടക്കും. ഈ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാൻ AICC KPCCക്ക് നിർദ്ദേശം നൽകുന്നു. അപ്പോൾ ഇനി കാര്യങ്ങളൊക്കെ ഉഷാറാകും. നേതാക്കൾ തമ്മിലുള്ള പടലപ്പിണക്കവും ഗ്രൂപ്പ് പോരും വടം വലിയും ഒക്കെ തൽക്കാലത്തേക്ക് ഭരണത്ത് വെക്കാൻ തന്നെയാണ് സാധ്യത. ഏത് രീതിയിലുള്ള ഒരു അപ്രോച്ച് ആയിരിക്കും ഈ കാര്യത്തിൽ ഇനി കോൺഗ്രസ് കേരളത്തിൽ എടുക്കാൻ പോവുക? പ്രേമ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു വാർത്തയെന്ന് പറയുന്നത് AICC ആസ്ഥാനത്ത് ഡൽഹിയിൽ കേരളത്തിൽ നിന്ന് പഴയ KPCC പ്രസിഡന്റുമാരെ ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് പുതിയ ഭാരവാഹികളെ, അതായത് KPCCയുടെ ഭാരവാഹികൾ, അതായത് AP അനിൽകുമാർ ഉൾപ്പെടെ വിഷ്ണുനാഥ് ഉൾപ്പെടെയുള്ളവരെ, ഷാഫിയൊക്കെ ഉൾപ്പെടെയുള്ളവരെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് എന്നാണ്. ശശി തരൂരിനെയും വിളിച്ചിട്ടുണ്ട്, ഇൻഡിവിജ്വലി സംസാരിക്കാനായി വിളിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഏതായാലും ചർച്ച കഴിഞ്ഞ് പുറത്തിറങ്ങിയ സുധാകരൻ എന്ന കണ്ണൂർ സിംഹത്തിൻ്റെ വാക്കുകളിൽ യാതൊരു തൃപ്തിയും അദ്ദേഹത്തിനില്ല. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ പോയാൽ എല്ലാം കൂടെ വെള്ളത്തിൽ പോകും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൻ്റെ കാരണം മുതിർന്ന നേതാക്കൾ തന്നെയാണ് ഈ പാർട്ടിയിൽ അനൈക്യമുണ്ടാക്കുന്നത് എന്നും അദ്ദേഹം പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട്. അദ്ദേഹം ഈ മുതിർന്ന നേതാക്കൾ എന്ന് പറയുന്ന ആരെയൊക്കെയാണ്? സുധാകരൻ തന്നെ. സുധാകരൻ പറയുന്നതാണ്. സുധാകരൻ അടങ്ങുന്നതാണല്ലോ ഈ മുതിർന്ന നേതാക്കൾ. അദ്ദേഹം അടക്കം ഈ അദ്ദേഹത്തിനെ കുറിച്ച് എന്തായാലും അദ്ദേഹം പറയില്ല. മുതിർന്ന നേതാവെന്ന് അദ്ദേഹം ഒരു KPCC പ്രസിഡന്റ് ആയിരുന്ന അദ്ദേഹം പോലും പല കാര്യങ്ങളിലും പരസ്യ നിലപാട് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം തെറ്റ് പറയുന്നില്ല, എന്താ കുഴപ്പം? അദ്ദേഹത്തിനെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് ഇവിടെ എന്തൊക്കെയോ തൊഴിക്കാൻ പോകണമെന്നല്ലേ ഇവിടെയുള്ള കോൺഗ്രസ്സുകാരെല്ലാം കൂടെ പറഞ്ഞു. പ്രതിപക്ഷ നേതാവൊക്കെ എന്താ പറഞ്ഞത്? അദ്ദേഹത്തിനെ മാറ്റിയാൽ എല്ലാം ശരിയാകുമെന്നല്ലേ പറഞ്ഞത്. അദ്ദേഹത്തെ മാറ്റി. ആ രാഷ്ട്രീയം ആരാ ഇവിടെ കളിച്ചത്? അത് ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് തന്നെയാണ് കളിച്ചത്. VD സതീശൻ തന്നെയാണ് കളിച്ചത്. എന്നിട്ട് ഇപ്പം എന്തായി? സണ്ണി ജോസഫ് എന്ന് പറയുന്ന കണ്ണൂരുകാരനായ സുധാകരൻ്റെ തന്നെ നാട്ടുകാരനായ പഴയ അവിടെ കണ്ണൂരത്തെ DCC പ്രസിഡന്റ് ആയിരുന്ന ഒരാളിനെയാണ് ആക്കിയിരിക്കുന്നത്. എന്നിട്ട് എന്താ ഇവിടെ ഉണ്ടായത്? ഈ അദ്ദേഹം പറയുന്ന മുതിർന്ന നേതാക്കൾ എന്ന് പറയുന്ന ഈ KPCC, അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്, ഒന്നുമല്ല, നിങ്ങൾ എൻ്റെ അടുത്ത് എന്ത് ചോദിക്കാൻ? ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം വീഡിയോ. ഞാനൊരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകൻ, എനിക്കിതിലൊന്നും പറയാനൊന്നുമില്ല. ഇവിടുത്തെ നേതാക്കൾ തീരുമാനിക്കണം ഐക്യം വേണോ വേണ്ടേന്ന്. അപ്പോൾ തിരിച്ചു ചോദിക്കുന്നു, എന്താണ് അപ്പോൾ ഒന്നും ആയില്ലേ? ഇല്ല, ഇങ്ങനെ പോയ വെള്ളത്തിലാവേ ഉള്ളൂ. അത് വളരെ കറക്റ്റാണ്. കാരണം കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് ഈ കിട്ടിയിരിക്കുന്ന ഒരു അവസരത്തിക്കുള്ളിൽ ഇനിയൊരു അവസരം അവർക്ക് കിട്ടാനില്ല. ഇവിടെ പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവ് അവരുടെ പാർട്ടിയെ പറ്റിച്ചുകൊണ്ടും അവരുടെ കൂടെയുള്ള മുന്നണിയും പറ്റിച്ചുകൊണ്ടും ഒരു വിദ്യാഭ്യാസ പദ്ധതിക്ക് കേന്ദ്രവുമായി, അത് BJPയുമായി കൈകോർത്തിരിക്കുന്ന ഈ അവസരത്തിൽ കിട്ടിയിരിക്കുന്ന ഈ ഒരു അവസരം, നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ പെനാൽറ്റി ബോക്സിനകത്ത് കിട്ടിയിരിക്കുന്ന പന്ത് ഗോളി വായി തുറന്ന് നിൽക്കുന്ന അവസരത്തിൽ തട്ടി ഇട്ടുകൊടുക്കാനുള്ള ഒരു അവസരമാണ്. ഗോളി സ്ഥാനം തെറ്റി നിൽക്കുകയാണ്, ഇട്ടുകൊടുക്കുക. അതിൽ ഇവർക്ക് പരാജയമാണ്. കാര്യം എല്ലാ നേതാക്കളുമായി AICC നേതൃത്വം സംസാരിച്ചു. KPCC പ്രസിഡന്റിന് ശാസന വരെ കിട്ടിയെന്ന് വാർത്തയുണ്ട്. നിങ്ങൾ എന്താ ഇവിടെ ചെയ്യണമെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഈ പറയുന്ന പോലെ അവരുണ്ടാക്കിയ കമ്മിറ്റി, KPCC സെക്രട്ടറിമാരെ ഇനി ശരിയായാലേ കാര്യങ്ങൾ നടക്കുള്ളൂ എന്നാണ് ഇപ്പം പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത്. അതായത് 141 നിയോജക മണ്ഡലങ്ങളിൽ 141 സെക്രട്ടറിമാരും വേണമെന്നാണ് പറയുന്നത്. അതിൽ ഈ സെക്രട്ടറിമാരായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നവർ, അതുപോലെ തന്നെ KPCCയുടെ ജനറൽ സെക്രട്ടറിമാരായി 59 പേരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഈ 59 പേരെന്ന് പറയുന്നത് 5 അക്കത്തിൻ്റെ വോട്ടിൻ്റെ ഭൂരിപക്ഷം, അതായത് ഏതാണ്ട് ലക്ഷങ്ങളുടെ വോട്ടിന് തോറ്റവരെയാണ് ഇതിനകത്ത് ആക്കിയിരിക്കുന്നതെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളവരെയൊക്കെയാണോ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുന്നത് എന്ന് ഭംഗ്യന്തരേണ സുധാകരനെ പോലെയുള്ള, ഇപ്പോൾ സുധാകരൻ ഉച്ചയ്ക്ക് ശേഷമുള്ള, ഇപ്പോൾ രാവിലെ ഡൽഹിയിൽ AICC ആസ്ഥാനത്ത് ഇന്ദിരാഭവനിൽ അങ്ങനെ അവിടെ മീറ്റിംഗ് നടന്നു എന്ന് പറയുന്നു. ഈ AICC ആസ്ഥാനത്ത് ഇനി രാവിലെ കണ്ടത് മതി, ഞാൻ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് സുധാകരൻ ഉച്ചയ്ക്ക് ശേഷം എൻ്റെ പ്ലെയിൻ മിസ്സാവും, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് സുധാകരൻ പോയിട്ടുണ്ട്. പിന്നെ മുരളീധരനെ കണ്ടിട്ടുണ്ട്. മുരളീധരനൊക്കെ കടുത്ത അതൃപ്തിയാണ് പുതിയ നേതൃത്വത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. പുതിയ നേതൃത്വത്തെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഈ പറയുന്ന പോലെ KPCC പ്രസിഡന്റിനെ കുറിച്ചും പ്രതിപക്ഷ നേതാവിനെ കുറിച്ചും വളരെയധികം പരാതികൾ പോയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് എന്ന് ഇതിനകത്ത് ഇടഞ്ഞു തുടങ്ങിയോ അന്ന് ഇതിനകത്ത് കാര്യങ്ങളൊന്നും നടക്കാത്തൊരു സ്ഥിതിയാണ്. ഇങ്ങനെയൊന്നും പോയാൽ ഒന്നും നടക്കില്ല എന്ന് AICC KPCCക്ക് നിർദ്ദേശം നൽകിയെന്ന് പറയുന്നത്. അപ്പോൾ പ്രേമം, നമുക്ക് കേരളത്തിലെ പൊതു സമൂഹത്തിന് ഇതിൽ സംസാരിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, ഈ കഴിഞ്ഞ
ടേമിൽ, അതായത് 2021 പിണറായി വിജയൻ സർക്കാർ കയറും മുമ്പ് ഇവർക്ക് അവസരം ഉണ്ടായിരുന്നു. ഇവരെന്താ ചെയ്തത്? ഇവർ വിചാരിച്ചു സാധാരണ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുന്നത് പോലെ തങ്ങൾക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല, ഭരണം എങ്ങനെ കിട്ടിക്കോളൂ എന്നാണ് വിചാരിച്ചത്. അതിലിപ്പോൾ എന്താ സംഭവിച്ചത്? അത് നേരെ തിരിച്ച് സംഭവിച്ചു. പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവ് ഇവിടെ കോവിഡും മറ്റു കാര്യങ്ങളും ഒക്കെ ഈ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ സംഘടനാ പരിപാടിയിൽ ഇവർ ചെയ്തിരുന്ന കുറേ കാര്യങ്ങളാണ് ഈ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ. അത് അവർ ചെയ്തു, ഇംപ്ലിമെന്റ് ചെയ്തു, അതിൽ അവർക്ക് വോട്ട് കിട്ടി, അവർ ജയിച്ചു. അതുപോലെ ന്യൂനപക്ഷത്തിന്റെ ഒരു 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 സംരക്ഷണം പോലെ ഒരു അവതാര പുരുഷനായിട്ട് പിണറായി വിജയൻ മാറിയ ഒരു ഘട്ടം കൂടെയായിരുന്നു. അതിലവർ വോട്ടാക്കി. പക്ഷേ ഇത്തവണ അത് ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല. കാരണം ഭരണപക്ഷത്തിൽ നിന്നുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ മലപ്പുറത്ത് പോയി മലപ്പുറംകാരെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അങ്ങനെ നിരവധി വിഷയങ്ങൾ ഇവരുടെ കയ്യിൽ ഇരുന്നിട്ട് പോലും ഇവർ ഈ തമ്മിലടിച്ച് കളയുന്നതിനോട് കോൺഗ്രസ് അനുഭാവികൾക്ക് കടുത്ത എതിർപ്പുണ്ടാവില്ലേ? തീർച്ചയായിട്ടും അവരാകെ നെഞ്ച് കൈവച്ചിരിക്കുകയാണ്. എന്താണ് ഇവരിവിടെ കാണിക്കുന്നത്? ഇങ്ങനെയാണോ ഒരു കൂട്ടുത്തരവാദിത്തമുള്ള കോൺഗ്രസ് കാണിക്കേണ്ടത്? ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയല്ല കാണിക്കേണ്ടത്. ഇവർ ഈ പറയുന്ന പോലെ അവർ നല്ല രീതിയിൽ പറയുന്ന ഇപ്പോൾ തദ്ദേശ ഇലക്ഷൻ വരുന്നുണ്ട്. എത്ര സ്ഥലങ്ങളിൽ ബ്ലോക്ക് കമ്മിറ്റി ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട്? എന്ത് തിരഞ്ഞെടുപ്പ് ഒരുക്കം നടത്തി എന്ന് AICC ഇവരോട് ചോദിക്കുക. ഒരു ചുക്കും ചുണ്ണാമ്പും അവർ ചെയ്തിട്ടില്ല. ഒരു തദ്ദേശ ഇലക്ഷൻ സെമിഫൈനലാണ്. ഇവരത് എന്ത് ചെയ്തിട്ടുണ്ട്? ഇങ്ങനെ പോയാൽ ഭരണം കിട്ടില്ല, വെള്ളത്തിലാകും എന്ന് സുധാകരൻ പറയുകയാണെങ്കിൽ അതിൽ അർത്ഥമുണ്ട്. ഇവർക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് സുധാകരന് ഈ തദ്ദേശ ഇലക്ഷൻ വരെ ഒരു അവസരം കൊടുക്കണമായിരുന്നു. സുധാകരന് ഒരു അവസരം കൊടുക്കണമായിരുന്നു. കാര്യം സതീശൻ എന്ന അപ്പർ ഹാൻഡുള്ള ഒരു സമയമാണ്, ഹൈ പവർ നിൽക്കുന്ന കാര്യം. ഈ കണ്ട ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ പാലക്കാട് വരെയുള്ള ഉപതെരഞ്ഞെടുപ്പുകളിൽ സതീശൻ, ഈ പറയുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പോലെ സതീശൻ നന്നായിട്ട് സ്കോർ ചെയ്തു. പക്ഷെ പിന്നീടെങ്കിലും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള അലിഗേഷൻ വരുന്നത് പോലെയാണ് അദ്ദേഹം പാർട്ടിക്ക് അനഭിമതനായി തീരുന്നത്. കാര്യം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അദ്ദേഹം സംഘടനാ തലത്തിലെടുത്ത തീരുമാനം മുതൽ തന്നെ തെറ്റായിരുന്നു. കണ്ട വനിതാ നേതാക്കളെ കൊണ്ടൊക്കെ തിരിച്ചു പറയിച്ചു. ഇന്നലെ ചില വനിതാ നേതാക്കളൊക്കെ തിരിച്ചു പറയുന്ന രീതിയിലായി. ഇപ്പം എന്തായി? രാഹുൽ മാങ്കൂട്ടം തിരിച്ചു വന്നു. അദ്ദേഹം അന്ന് ഒരു ഫോഴ്സിൽ രാജിവെച്ചിരുന്നെങ്കിൽ വീണ്ടും ഒരു തിരഞ്ഞെടുപ്പിന് അഭിമുഖീകരിക്കേണ്ടി വരും. രാഹുൽ മാങ്കൂട്ടത്തിലെ തള്ളിപ്പറഞ്ഞ രാഷ്ട്രീയ എതിരാളികൾ പോലും അദ്ദേഹമായിട്ട് വേദി പങ്കിടുന്നു. ഇപ്പൊ വേദി പങ്കിടുന്നു, സ്ത്രീകളായിട്ടുള്ള BJP പ്രവർത്തകർ. ഈ കേരള രാഷ്ട്രീയത്തിൽ ഇത്തരത്തിൽ സ്ത്രീ കഥകൾ പറയുന്നത് ഉണ്ടാക്കുന്നതൊക്കെ ഈ സർവത്രമാണ്. അതിങ്ങനെ കുറച്ച് ദിവസമേ അതിൻ്റെ ആ ഒരു ഇത് കാണത്തുള്ളൂ. മുഖ്യധാര മാധ്യമങ്ങളൊക്കെ ചർച്ച, പിന്നെ അതങ്ങ് ഒന്നുമല്ലാതായി പോവുകയാണ് ചെയ്യുന്നത്. അത് ഈ പറയുന്ന പോലെ അവർ മനസ്സിലാക്കിയില്ല. അപ്പോൾ ഈ അവസരത്തിൽ KPCC AICC വിളിച്ച് നല്ല രീതിയിൽ ഒരു ഡോസാണ് കേരള നേതൃത്വത്തിന് കൊടുത്തിരിക്കുന്നത്, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അത് വേണ്ട രീതിയിൽ കണ്ട് സണ്ണി ജോസഫ് തീരുമാനം എടുത്തില്ല എന്നുണ്ടെങ്കിൽ സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരെക്കാൾ ഉപരി കോൺഗ്രസ് അഭ്യുദയകാംക്ഷികളുണ്ട്. കോൺഗ്രസിന് ഒരു വോട്ട് ബാങ്ക് ഉണ്ട്. ആ വോട്ട് ബാങ്ക് വലിയ വിഷയം. കാര്യം ഇപ്പോൾ യൂത്ത് പ്രസിഡന്റിനെ തിരഞ്ഞെടുത്ത കാര്യത്തിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. യൂത്ത് പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തതിൽ ഇപ്പോൾ ജിനീഷ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ കൊണ്ടുവന്നു, അബിൻ വർക്കിയെ എടുത്തില്ല എന്ന് പറഞ്ഞു. ഈ ഇവരുടെ ചക്കളത്തി പോരെന്ന് പറയുന്ന ഇവർ തന്നെ തീർത്തില്ല എന്നുണ്ടെങ്കിൽ ആദ്യം പ്രശ്നം ഇവർ തമ്മിൽ തീർക്കണം, ഇതിനകത്ത് തീർക്കണം, ശേഷമാണ് ഇവർ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങേണ്ടത്. അത് ഇനിയും അവർ ചെയ്തില്ലെങ്കിൽ വെറുതെ പ്രതിപക്ഷത്തിനെ ഭരണത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന, അതായത് ഈ ഭരണത്തിൽ മടുത്തിരിക്കുന്നവർ ഒരു വേള വീണ്ടും പിണറായിയുടെ സർക്കാരിനെ സഹിക്കേണ്ടി വരും. അഹങ്കാരം ഇനി ഇതിലപ്പുറം ഇവിടെ ഉണ്ടാവും.